ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ചാനൽ. ഞാൻ വന്നിട്ടുള്ള പ്രാവൻകോട് ഷാപ്പിലെ ഒഫീഷ്യൽ ട്രെയിലർ വന്നിട്ട് അതിൻ്റെ റിയാക്ഷൻ വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഷാപ്പില് ആദ്യം എന്താ കണ്ടത്? രാത്രി ഷാപ്പ് അടച്ചു കൂട്ടി അകത്ത് 11 പേര് ഇരുന്ന് കള്ളു കുടിക്കുന്നു, ചീട്ടുകളി. കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി, കള്ളൂടി ചീട്ടുകളി. 2 ഡോറിലൂടെയും കഴിഞ്ഞ 4 മണിക്കൂറായി ആരും അകത്തേക്ക് വന്നിട്ടില്ല. വന്നിരുന്നെങ്കിൽ മഴയുള്ളതുകൊണ്ട് കാലിലെ ചെളി കണ്ടേ. മഴ നിങ്ങൾ ചീട്ട് കളിക്കിടെ അസാധാരണമായിട്ട് എന്തെങ്കിലും ശ്രദ്ധിച്ചിരുന്നു? അടിയിൽ ട്രൗസർ ഇട്ടുണ്ടായിരുന്നു. സാധാരണ അയാൾ അടിയിലൊന്നും ഇടാറില്ല. അതല്ലടോ, ബാബു ആത്മഹത്യൊന്നും ചെയ്യുന്നില്ല. കൊലപാതകവും. ഇത്ര സുന്ദരിയായിട്ടുള്ള മെറിന്റെ തന്നെ എങ്ങനെയാ പ്രേമിച്ചേ? ഇത് പണ്ടത്തെ ആൾക്കാർ പറയില്ലേ, പ്രേമത്തിന് കണ്ണുമൂക്കൊന്നുമില്ല. ഇത് അതീപ്പെടുന്ന ഒന്നാണ് സാറേ. നീ എന്തിനാ എന്റെ ഭാര്യ നോക്കണം? അവസാനം ഷാപ്പിന്റെ മുതലാളിയെ തന്നെ ഷാപ്പിന്റെ ഒത്ത നടക്ക് പാരച്ചൂട്ടിറക്കിയെങ്കിൽ നിങ്ങളിൽ ഒരാളായിരിക്കില്ല. അല്ല, എന്തിനിപ്പോ ബാബു പാരച്ചൂട്ടിലിറങ്ങി? സാറിന്റെ മനസ്സിൽ അലട്ടുന്ന ഒരു കാര്യമില്ലേ, ആരോടും പറയാത്ത രഹസ്യം. ആളുകളുടെ നടുവിൽ ഇങ്ങനെ ഒരു മേർഡർ, അത് സൂസൈഡ് ആക്കി തീർക്കാൻ വേണ്ടി ചെയ്തതല്ല. ഇത്രയും കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള മേർഡർ എനിക്ക് ചെയ്യാൻ പറ്റും, ആർക്കും എന്നെ പിടിക്കാൻ കഴിയില്ല എന്നൊരു നാർസിസിസ്റ്റിന്റെ വെല്ലുവിളിയാണ്. മൊത്തത്തിലൊരു ഹോളിവുഡ് കൂടുണ്ടല്ലോ. ഒരാവേശത്തിന് പ്രാവൻകോട് ഷാപ്പിൻ്റെ ഒഫീഷ്യൽ ട്രെയിലർ കണ്ടു കഴിഞ്ഞിരിക്കുകയാണ്. അതിൻ്റെ അകത്ത് പറയുന്നത് എന്ന് പറഞ്ഞാൽ ഒരു കൊലപാതകം നടന്നിട്ട് ഈ ബേസിൽ ജോസഫ് പ്രധാന ഉദ്യോഗസ്ഥനായിട്ട് വരുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. പിന്നെ സൗബിനുണ്ട്, പിന്നെ ചെമ്പൻ വിനോദുണ്ട്, പിന്നെ കുറേ കാസ്റ്റിംഗിൽ കുറേ പേരുണ്ട്. അവരുടെ അടുത്തടുത്ത് പേര് പറയുന്നില്ല. കിടില മൂവി ആയിരിക്കും എന്നാണ് എൻ്റെ ഒരു പ്രതീക്ഷ. പിന്നെ ഇതിൽ എന്തായാലും ഒരു കിടില മൂവി തന്നെ ആകട്ടെ. നമ്മുടെ ഇത് ഉണ്ട്. എന്നാൽ പോലും ഫസ്റ്റ് ഷോട്ടിൽ നിന്ന് കൊലപാതകം നടക്കുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. ഫസ്റ്റ് ഷോട്ടിൽ തലയിൽ കൂടെ കമ്പി കയറുന്നതായിട്ടാണ് കാണിച്ചിട്ടുള്ളത്. കിടില ഷോട്ടുകളാണ് അവരിൽ നിന്ന് നമുക്ക് പ്രതീക്ഷിച്ച്. അത്രയും എക്സ്പെക്റ്റേഷനും മറ്റുള്ള കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ ഒരു മൂവിക്ക്. എനിക്കൊക്കെ എന്തായാലും വരട്ടെ വന്നു കഴിഞ്ഞിട്ട് നമുക്ക്. അപ്പോൾ 16-ാം തീയതി, അടുത്ത മാസം 16-നാണ് ഇതിൻ്റെ റിലീസിംഗ് ഡേറ്റ് കൊടുത്തിട്ടുള്ളത്. എന്തായാലും ഒരു ഗംഭീര സിനിമയാണ്. ബേസിൽ ജോസഫിൻ്റെ കരിയർ ഇത് പോലീസ് വേഷം 2ാമത്തെയാണ്. ശ്രീനിവാസനാണ് ഈ ഒരു സിനിമ ഒരുക്കിയത്. പ്രൊഡ്യൂസർ അംബർ റഷീദാണ്. തീരുമാനിക്കാൻ സപ്പോർട്ട്. ബൈ ബൈ.